നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ബേസിക്കലി അറിയാം, ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലേ? എന്താണ്? രണ്ട് ഓൾജിബ്രിക് എക്സ്പ്രഷൻസിന് ഈക്വൽ ടു സൈൻ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞാൽ അവരെന്താണ്? ഇക്വേഷൻ ആണ്. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്? An equation containing the derivatives of one or more dependent variables with respect to one or more independent variables is said to be a differential equation. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ അതിൽ എന്തുണ്ടാവും? അതിനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് ഡെറിവേറ്റീവ്സ് ഓഫ് വൺ ഓർ മോർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആയിരിക്കും. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ഡെറിവേറ്റീവ്സ് അതിനകത്ത് ഉണ്ടാവുന്ന പറഞ്ഞത്. ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആവണമെന്നില്ല, മോർ ദാൻ വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എക്സിസ്റ്റ് ചെയ്യാം. ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വരുന്നത് വിത്ത് റെസ്പെക്ട് ടു ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആവണമെന്നില്ല, മോർ ദാൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആവാം. എന്താണ് ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് ഇത് കുറച്ച് എക്സാമ്പിൾസാണ്. dy by dx plus 6y equal to e to the power negative x. ഇതിനകത്ത് y എന്ന് പറയുന്നത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ y ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ആണ്. വൈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് വൈ ഡിപ്പെൻഡൻറ്റും എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. വീണ്ടും ഈ എക്സാമ്പിളിൽ എടുത്ത് നോക്കിയ രണ്ടാമത്തെ എക്സാമ്പിളിൽ ഇതിനകത്തും എന്ത് തന്നെയാണ്? വൈ ഡിപ്പെൻഡൻറ്റും എക്സ് ഇൻഡിപെൻഡൻറ്റും ആണ്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ എടുത്ത് നോക്കൂ. dx by dt plus dy by dt equal to 3x plus 2y. ഇതിനകത്ത് എക്സും വൈയും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് അല്ലേ? dx by dt എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എക്സ് is dependent on t, y is dependent on t. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ളത് എക്സും വൈയും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ളത് ടിയുമാണ്. ഓക്കെ, അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇതിനകത്ത് യു എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. യു ആരെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു? എക്സ് എന്നും വൈ എന്നും പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. അതുകൊണ്ട് ഇവരെല്ലാം ഇതിനകത്തെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഡെറിവേറ്റീവാണ്. ഡി വൈ ബൈ ഡി എക്സ് കണ്ടോ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഇങ്ങനെ ഡെറിവേറ്റീവ്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇവരെല്ലാം എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഡെറിവേറ്റീവ്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഇക്വേഷൻസിനെല്ലാം നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നു. ഇനി ഡിപ്പെൻഡൻസി മനസ്സിലാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? ഒരു പാരബോളയാണ് അല്ലേ? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് എന്ന് പറയുന്ന ഒരു പാരബോളയാണ്. ഈ പാരബോള എന്ന് പറയുന്ന ഈ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് എന്നുള്ള ഗ്രാഫിന് എന്താ പ്രത്യേകതയുള്ളത്? ഓരോ പോയിന്റിൽ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടും വൈനൊരു വാല്യൂ ഉണ്ട് അല്ലേ? എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ വൈ 0, എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ വൈ 1, എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ വൈ 4, എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ വൈ 9, ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ വൈൻ്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു? എക്സിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വൈയുടെ വാല്യൂ നിൽക്കുന്നത്. അപ്പോൾ വൈ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്, എക്സ് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. കിട്ടിയോ? അപ്പോൾ ഇങ്ങനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ഡെറിവേറ്റീവ്സ്, ഇങ്ങനത്തെ വൈകളുടെ ഡെറിവേറ്റീവ്സ് വരുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് വിളിച്ചത്. ഇങ്ങനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ഡെറിവേറ്റീവ് വരുന്ന എല്ലാ ഇക്വേഷൻസിനെയും നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് വിളിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽസ് 0 എന്നുള്ള ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് യു എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു? എക്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു, വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, യു എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എക്സും വൈയും ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ യു ഈസ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഇങ്ങനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ഡെറിവേറ്റീവ് വരുന്ന എല്ലാ ഇക്വേഷൻസിനെയും നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഡെഫിനിഷൻ നോക്കിയേ, ഒന്നുകൂടെ ക്ലിയർ ആയില്ലേ? ആൻ ഇക്വേഷൻ കണ്ടെയ്നിങ് ദ ഡെറിവേറ്റീവ് ഓഫ് വൺ ഓർ മോർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് വിത്ത് റെസ്പെക്ട് ടു വൺ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഈസ് സെഡ് ടു ബി എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ ടൈപ്പ്, ഓർഡർ, ലീനിയാരിറ്റി എന്നീ ഘടകങ്ങൾ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നോക്കാം.
ക്ലാസിഫിക്കേഷൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഇനി ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്താ, ഓർഡിനറി ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയണം. ഓർഡിനറി ഡെറിവേറ്റീവ് നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ഡെറിവേറ്റീവ് തന്നെ, dy/dx എന്ന് നമ്മൾ എഴുതാറില്ലേ. y എക്സിനെ ഡിപ്പെൻഡ് ചെയ്തതാണെങ്കിൽ വൈൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ dy/dx എന്ന് എഴുതാറുണ്ട്. ഇങ്ങനത്തെ സാധാ ഡെറിവേറ്റീവ്സിനെയാണ് ഓർഡിനറി ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി യു എന്നുള്ളത് ഇവിടെ നോക്കിയേ, എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു അല്ലേ. ഇവിടെ യു എന്നുള്ളത് എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് കാരണം യുവിനെ നമുക്കൊരു കംപ്ലീറ്റ് ഡെറിവേറ്റീവായിട്ട് എഴുതാൻ പറ്റില്ല അല്ലേ. പകരം നമുക്ക് യുവിനെ എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, ∂u/∂x അല്ലേ, ഒരു പാർഷ്യൽ ഡെറിവേറ്റീവായിട്ട് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ∂u/∂y, ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ ∂u/∂x അല്ലെങ്കിൽ ∂u/∂y എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഇവ ഒരു കംപ്ലീറ്റ് ഡെറിവേറ്റീവ് ആണോ? അല്ല, അവരെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് കംപ്ലീറ്റ് ഡെറിവേറ്റീവും പാർഷ്യൽ ഡെറിവേറ്റീവും. ഓക്കെ, ഈ ഡെറിവേറ്റീവ്സിൻ്റെ ടൈപ്പ് വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും. ഡെഫിനിഷൻ നോക്കിയേ, ഇഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടെയ്ൻസ് ഓൺലി ഓർഡിനറി ഡെറിവേറ്റീവ്സ് ഓഫ് വൺ ഓർ മോർ ഫംഗ്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു എ സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇറ്റ് ഈസ് സെഡ് ടു ബി ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഓർഡിനറി ഡെറിവേറ്റീവ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ, സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളേ ഉണ്ടാവുള്ളൂ അല്ലേ. dy/dx എന്ന് എഴുതണമെങ്കിൽ y എന്നുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സ് എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ആയിരിക്കണം. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ, മാത്രമല്ല അവിടെ ഓർഡിനറി ഡെറിവേറ്റീവ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഇക്വേഷൻസിനെയാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. An equation involving only partial derivatives of one or more functions of two or more independent variables is called partial differential equation. എന്ന് വെച്ചാൽ ഒരു ഇക്വേഷനകത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയിരിക്കും അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ ∂u/∂x അല്ലെങ്കിൽ ∂u/∂y അല്ലേ. പാർഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ യുവിന് മോർ ദാൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു യു അല്ലേ. അപ്പോൾ അവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള ഒന്നിൽ കൂടുതലുണ്ടാവാം, പക്ഷെ അതേസമയം ഉറപ്പായിട്ടും യുവിന് മോർ ദാൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉൾക്കൊള്ളുന്ന മോർ ദാൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉള്ളവയാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കിയേ, dy/dx + 6y = e⁻⁻x. ഇവിടെ എന്താണ്, y ഡിപ്പെൻഡൻറ്റ് ഓൺ എക്സ്, y ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും എക്സ് ഒരു y ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സ് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ആണ്. ഇങ്ങനെ ഒരു ഡെറിവേറ്റീവ് ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഇതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇവിടെ നോക്കിയേ, സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് y d²y/dx² + dy/dx - 12y = 0. ഇവിടെ y ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ്. ഇങ്ങനത്തെ ഡെറിവേറ്റീവ്സ് ഉൾക്കൊള്ളുന്നതായതുകൊണ്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി dx/dt + dy/dt = 3x + 2y. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള t മാത്രമേ ഉള്ളൂ, പക്ഷേ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണം ഉണ്ട്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. അങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായ ടിയും പിന്നെ ഡെറിവേറ്റീവ്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും ഉള്ളത് കാരണം ഇതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തതായിട്ട് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ∂2u/∂x² + ∂2u/∂y² = 0. ഇതിനകത്ത് നോക്കിയാൽ യു ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്, പക്ഷേ യു ആരെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു, എക്സും വൈയും എന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കാരണം അപ്പോൾ ഇതിനകത്ത് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പാർഷ്യൽ ഡെറിവേറ്റീവ് യൂസ് ചെയ്തത് കാരണം മോർ ദാൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായ എക്സും വൈയും ഉള്ളതുകൊണ്ടും നമ്മളിതിനെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നു. അതുപോലെ അടുത്ത ഇക്വേഷൻ നോക്കിയേ, ∂2u/∂x² = ∂2u/∂t² - ∂u/∂t. ഇതിനകത്ത് യു എന്നുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിളും യു ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സിനെയും ടിയിനെയും. ഓക്കെ, അപ്പം ഇവിടെ ഡെറിവേറ്റീവ്സ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവായ ∂u/∂t ഉണ്ട്, സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവായ ∂2u/∂t² ഉണ്ട്. അങ്ങനെ ഡെറിവേറ്റീവ്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ യു ആൻഡ് മോർ ദാൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അതായത് എക്സ് ആൻഡ് ടി എക്സിസ്റ്റ് ചെയ്യുന്നത് കാരണം ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്.
ക്ലിയർ ആയോ? അടുത്ത നോക്കിയേ, ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഇതിനകത്ത് യുവും വിയും എന്ത് തന്നെയാണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. യു ഡിപ്പെൻഡ് ചെയ്യുന്ന വൈനെയാണ്, വി ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സിനെയാണ്. അങ്ങനെ വൈയും എക്സും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും യുവും വിയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമാണ്. അവരുടെ ഡെറിവേറ്റീവ്സും പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഉൾക്കൊള്ളുന്നുണ്ട്. ഇതെന്ത് ഇക്വേഷനാണ്? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ based on the type, differential equations are classified as ordinary differential equations and partial differential equations. ക്ലിയർ അല്ലേ? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ടൈപ്പ് ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓർഡർ എന്താ, ഡിഗ്രി എന്താന്നുള്ളതാ. ഒരു ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എക്സാമ്പിൾസ് നോക്കിയേ. ഓർഡർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ്, ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ആണ് മാക്സിമം വരുന്ന ഡെറിവേറ്റീവ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയത് കാരണം ഓർഡർ 1. അടുത്ത സെക്കൻഡ് എക്സാമ്പിൾ നോക്കൂ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർഡ്, അതുപോലെ ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർഡ്. ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവായ ഡി വൈ ബൈ ഡി എക്സും ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവായ ഡി സ്ക്വയർഡ് വൈ ബൈ ഡി എക്സ് സ്ക്വയറും ഉണ്ട്. അപ്പോൾ ഓർഡർ എത്രയാ? 2. ഇനി അടുത്ത് നോക്കിയേ, വൈ ഡബിൾ ഡാഷ് എന്ന് വെച്ചാൽ എന്ത് തന്നെ അർത്ഥം? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് തന്നെയാണ് അർത്ഥം. വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ഹയസ്റ്റ് ഡെറിവേറ്റീവ്, അപ്പോൾ ഓർഡർ 2. ഇവിടെ നോക്കിയേ, ഡി ക്യൂബ്ഡ് വൈ ബൈ ഡി എക്സ് ക്യൂബ്ഡ് എന്ന് വെച്ചാൽ വൈന് 3 ടൈംസ് ഡെറിവേറ്റീവ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഹയസ്റ്റ് ഡെറിവേറ്റീവ് 3 ആണോ ചെക്ക് ചെയ്യാം. അടുത്തത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ സെക്കൻഡ് ഡെറിവേറ്റീവ്, ഡി വൈ ബൈ ഡി എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ ഇതിനകത്ത് ഡി ക്യൂബ്ഡ് വൈ ബൈ ഡി എക്സ് ക്യൂബ്ഡ് ആണ് നമ്മുടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് അല്ലേ. മറ്റത് രണ്ടും 2, 1 ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ഹയസ്റ്റ് ഡെറിവേറ്റീവ് 3 ആണ്. അപ്പോൾ ഓർഡർ എത്രയാ? 3 ആണ്. ഓക്കെ, അപ്പോൾ ഓർഡർ മനസ്സിലായല്ലോ. ഇനി ഡിഗ്രി എന്താണെന്ന് നോക്കാം. ഡിഗ്രി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഡിഗ്രി ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഈസ് ദ ഡിഗ്രി ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എങ്ങനെ പറയാം? ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളത് ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ, ടു ദ പവർ 1 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്ത് തന്നെയാണ്? 1 ആണ്. ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ ആദ്യമേ പറഞ്ഞു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്? 1 ആണ്. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സിൻ്റെ പവർ 2 ആണ്, പക്ഷേ ഹയസ്റ്റ് ഡെറിവേറ്റീവായ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ പവർ 1 ആണ്. അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പവറായ 1 എടുക്കണം, അതായത് ഫസ്റ്റ് ഡിഗ്രിയാണ്. ഇനി വൈ ഡബിൾ ഡാഷ് ഉണ്ട്, വൈ ഡാഷ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പോൾ ഹയസ്റ്റ് ഡെറിവേറ്റീവ് വൈ ഡബിൾ ഡാഷ് ആണ്. വൈ ഡബിൾ ഡാഷിൻ്റെ പവർ എത്രയാണ്? 3. ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ 3. അപ്പോൾ ഇതൊരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഡി ക്യൂബ്ഡ് വൈ ബൈ ഡി എക്സ് ക്യൂബ്ഡ് ആണ് ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ്. ഓക്കെ, ഈ ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ 1 ആണ്. ആയത് കാരണം ഈ ഇക്വേഷൻ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് എക്സാമ്പിൾ ഒരു ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സെക്കൻഡ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡർ ആൻഡ് ഫസ്റ്റ് ഡിഗ്രി ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. തേർഡ് എക്സാമ്പിൾ is a second order and third degree ordinary differential equation. Fourth example is a third order first degree ordinary differential equation. Okay, dou square z by dou x square plus dou square z by dou y square is equal to 0. ഇവിടെ dou square എന്നാണല്ലോ, ഹയസ്റ്റ് ഡെറിവേറ്റീവ് 2 ആണ്. അതുപോലെ തന്നെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് 2 ആയത് കാരണം ഓർഡർ എന്താണ്? 2 ആണ്. അതുപോലെ ഇതിൻ്റെ പവർ എത്രയാണ്? 1. ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ 1, അതുകൊണ്ട് ഫസ്റ്റ് ഡിഗ്രി ആണ്. ദെർഫോർ ദിസ് ഇസ് എ സെക്കൻഡ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഓർഡിനറി അല്ല. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ സിക്സ്ത് എക്സാമ്പിൾ നോക്കിയാൽ വൈ ഡബിൾ ഡാഷ് മൈനസ് 1 പ്ലസ് വൈ ഡാഷ് ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 വൈ ഡാഷ് ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഇപ്പോൾ ഇതിൻ്റെ പവർ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും വൈ ഡാഷും ആണ് വൈ ഡബിൾ ഡാഷും. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ആണ് ഹയസ്റ്റ് ഡെറിവേറ്റീവ്, അപ്പോൾ ഓർഡർ 2 ആണെന്ന് പറയാൻ പറ്റും. ഇനി ഡിഗ്രി പറയണമെങ്കിൽ നമുക്ക് ഈ വൈ ഡാഷിൻ്റെ പവർ ഇങ്ങനെ ആയത് കാരണം നമ്മൾ ഇങ്ങനെ റാഡിക്കൽസ് 3/2 ഒന്നും പവറായിട്ട് വരാൻ പാടില്ല, അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം അല്ലേ. ഈ 3/2 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക്
ഡിഗ്രി പറയാൻ പറ്റില്ല. റാഡിക്കൽസ് നിന്ന് ഫ്രീ ആവണം. നമ്മൾ ഇവിടെ ഡെഫിനിഷനിൽ കണ്ടു, ആഫ്റ്റർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹാസ് ബീൻ ക്ലിയർഡ് ഓഫ് റാഡിക്കൽ